ഹലോ, ഞാൻ അശ്വനി സക്കരെ. ഞാൻ ക്രൂസ് ഷിപ്പിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ക്രൂസ് ഷിപ്പിലേക്ക് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ക്രൂസ് ഷിപ്പിൽ വേക്കൻസി വന്നിട്ടുണ്ട്. പേസ്ട്രിയിലേക്ക് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോമീസിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് കീപ്പിംഗ് വരെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ആൾക്കാരെ അധികം ആവശ്യമുള്ള സമയം കൂടിയാണ്. അതുപോലെ തന്നെ സ്പായിലേക്കും വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റീക്ക് ഹൗസിലേക്ക് കോമി ഫസ്റ്റിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഫൈൻ ഡൈനിലേക്ക് കോമി സെക്കൻഡിനെ ആവശ്യമുണ്ട്. തന്നെ സ്പായിലേക്ക് ഹെയർ ഡ്രസ്സേഴ്സിന് ആവശ്യമുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽസിലോ അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടൽസിലോ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഷിപ്പിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഫ്രഷേഴ്സിന് ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MSCയിൽ ഇപ്പോൾ ഫ്രഷേഴ്സിനെ എടുക്കുന്നത് കുറച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധികം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു വർഷത്തിനിടയ്ക്ക് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം MSC എന്ന് പറയുമ്പോഴത്തേക്കും ഓൺലൈൻ ഇന്റർവ്യൂ ആക്കിയിട്ടുണ്ട് മൊത്തം. അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ വിളിക്കുന്നത് കുറച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഇയേഴ്സ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നോക്കുന്ന ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് കയറി പോരെ. നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടേക്കാം. അല്ലെങ്കിൽ ഞാൻ ഇതിലും ചെയ്യാം. കാരണം ഇതിലേക്ക് ഒരു 1 മിനിറ്റ് വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിലേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇതിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊടുത്തേക്കാം. ഇന്റർവ്യൂസിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മെസ്സേജ് ചെയ്യുക. പേഴ്സണലി മെസ്സേജ് ചെയ്യുക. എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ശ്രമിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരും എനിക്ക് എന്തെങ്കിലും പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ, അതായത് ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നവരാണ് എങ്കിൽ എനിക്ക് ഹായ് അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാതിരിക്കും. നിങ്ങളുടെ കണ്ടന്റ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം എനിക്കൊന്ന് മെസ്സേജ് അയക്കാം. ഹായ് എന്നൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്ന കുറവാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ ഡ്യൂട്ടിക്കിടയിലാണ്. രണ്ടാമത്തെ കാര്യം, നെറ്റിന്റെ അഭാവമുണ്ട്. ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ പരിമിതമായ നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ജീവിക്കുന്നത് ഒരു മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജ് ഒന്നും നോക്കാനുള്ള ടൈം എനിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആർക്കെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് റിലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രമായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്തോളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.